UDF വിട്ട തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് KM മാണി. ആരോടും അമിതമായ സ്നേഹമോ അന്ധമായ വിരോധമോ ഇല്ലെന്നും KM മാണി പ്രതികരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ചെയ്യുന്നു. പ്രശാന്ത്, ഈ വിഷയത്തിൽ UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്ന MMSന്റെ നിലപാടുകളോടുള്ള പ്രതികരണം എന്താണ് മാണിയുടേതെന്ന് ആരായുന്ന ഘട്ടത്തിലാണ് മാണി ഇത്തരത്തിൽ അസന്നിഗ്ധമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? UDF-ലേക്ക് ഇല്ല ഞങ്ങൾ എന്ന്. തീർച്ചയായും ഷാദ്, കേരള കോൺഗ്രസ് ചരൽക്കുന്നിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്നാണ് KM മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ആരോടും അന്ധമായിട്ടുള്ള വിരോധമോ അല്ലെങ്കിൽ അമിതമായ സ്നേഹമോ ഒന്നും തന്നെ ഇല്ല. കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. ഈ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പിന്തുണച്ചത്. അവിടുത്തെ വിജയം കേരള കോൺഗ്രസിന്റെ കൂടി വിജയമാണ്. അതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ കേരള കോൺഗ്രസിനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പങ്കുവഹിക്കാൻ തങ്ങൾക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം MM ഹസനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ MM ഹസൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചരൽക്കുന്നിലെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള മാറ്റമില്ല. ആ നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അസന്നിഗ്ധമായി KM മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പ്രശാന്ത്, പുനഃപരിശോധനയ്ക്കുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ല എന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് ജോസഫ് പുതുശ്ശേരിയും പറയുകയും ചെയ്തു. KM മാണി തന്നെ, സാക്ഷാൽ KM മാണി തന്നെ ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാട് അസന്നിഗ്ധമായി അറിയിക്കുമ്പോൾ തന്നെ ചില സാധ്യതകൾ തുറക്കുന്നതാണോ? അന്ധമായ വിരോധം ആരോടുമില്ല, എന്ത് കാര്യത്തെയും അതിൻ്റെതായ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പരിശോധിക്കുകയെന്ന്. അതായത് UDF-ലേക്ക് സ്വാഗതം ചെയ്ത നാളത്തെ അല്ലെങ്കിൽ 21-ന് വരുന്ന UDF-ലെ ചർച്ചകൾക്ക് തങ്ങൾ തീർത്തും മുഖം തിരിച്ചാണ് എന്ന ഭാവം മാണിയുടെ പ്രതികരണത്തിൽ ഉണ്ടോ എന്നാണ് സംശയം പ്രശാന്ത്. അത്തരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് UDF മുന്നണിക്കകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എല്ലാം നിലനിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് മാറി നിൽക്കുന്നത്. മാത്രമല്ല UDF-നകത്ത് ചില കക്ഷികൾക്ക് KM മാണിയോട് അടക്കം വളരെ അടുപ്പവുമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ KM മാണി UDF-ലേക്ക് വരണം എന്ന് നിർബന്ധ ബുദ്ധിയിൽ തന്നെ നിൽക്കുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇതിനെ വീക്ഷിക്കുകയും എന്നാൽ UDF-ലേക്ക് എല്ലാവരും പറഞ്ഞു നിർബന്ധിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ പ്രതികരണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആരോടും അമിതമായിട്ടുള്ള സ്നേഹമില്ല, ആരോടും അന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിരോധവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേരള കോൺഗ്രസിനെ എല്ലാവരും നിർബന്ധിച്ച് UDF-ലേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. തങ്ങൾ വെറുതെ വലിഞ്ഞു കയറി വന്നവരല്ല, വീണ്ടും നിർബന്ധത്തിന് വഴങ്ങി തന്നെ വന്നവരാണ് എന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ. വളരെ ശരിയാണ്, വ്യക്തമാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. UDF-ൽ നിന്ന് വിട്ട സാഹചര്യ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും KM മാണി. എന്നാൽ അന്ധമായ വിരോധവും ഒപ്പം അമിതമായ സ്നേഹവും ആരോടുമില്ല എന്നും KM മാണി പറഞ്ഞു. ഇതിൻ്റെ വിവരങ്ങളാണ് പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.